14/12/2025 കഴിഞ്ഞ വർഷത്തെ ഏകാദശി ദിവസം ഉണ്ടാകും. ഞങ്ങൾ രാവിലെ തന്നെ ഏകാദശി കാണാൻ വേണ്ടി പോയത്. രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 9 മണി 10 മണി ഒക്കെ ആ ടൈമിൽ. പിന്നെ അവിടെ ആനനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വഴി പോയപ്പോൾ ആനനെ കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ആനനെ കണ്ട് ആനയ്ക്ക് ടാറ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ അടുത്ത് പോയിട്ടാണ്. അമ്പലത്തിൻ്റെ അടുത്ത് പോയപ്പോഴാണെങ്കിൽ അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. വണ്ടി പോകാനൊക്കെ നല്ല തിരക്കായിരുന്നു. റോട്ടിൽ രാവിലെ തന്നെ ആണെങ്കിലും നല്ല തിരക്കായിരുന്നു. പിന്നെ സ്റ്റോളുകളൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ നേരെ പോയി. സ്റ്റോളുകളൊക്കെ കുറേയൊക്കെ ഓപ്പൺ ആവുന്നുണ്ടായിരുന്നുള്ളൂ, കുറച്ചൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡ് സംഭവങ്ങളൊക്കെ തുറക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ മാല വള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കമ്മല് ഇതൊക്കെ അങ്ങനത്തെ കടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കഴിക്കുന്ന ഐറ്റംസ് പൊരി വറുത്ത സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കരിമ്പ്, കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ, ബലൂണ്, പാക്കുട്ടി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേരെ വൈമാലിനും ടാറ്റ കൊടുത്ത് ഞങ്ങൾ നേരെ പോയിട്ടോ. നേരെ ഞങ്ങൾ മുസ്രിസ്, ഈ കോട്ടപ്പുറം മുസ്രിസ് അങ്ങോട്ട് പോയിട്ട് അവിടെ ഈ ടൈമായ കാരണം ആളുകളൊക്കെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉച്ച ടൈമായ നല്ല വെയിലും ഉണ്ട്. ഞങ്ങൾ നേരെ ഇതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി നേരെ നടന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അവിടെ പുഴയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നാണ്. ഈ സംഭവം എന്തൊട്ടാന്ന് അറിയില്ല, സ്റ്റേജാണോ എന്തൊട്ടാന്ന് അറിയില്ല, പക്ഷെ നല്ല രസമുണ്ടായി കാണാം. ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ നടന്നു. ഇവിടെ കാറ്റൊക്കെ കൊണ്ട് നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറേ തണൽ മരങ്ങളും ഇതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഈ ബോഗേവില്ലയുടെ അടുത്ത് ഫോട്ടോ എടുക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല ഫ്രെയിം കിട്ടോ, നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ 2 ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ കടകളൊക്കെ തുറക്കാനുണ്ടായിരുന്നുള്ളൂ. ഈവനിങ് തുറക്കുള്ളൂ തോന്നുന്നുണ്ട്. ഞങ്ങൾ ഉച്ചക്കല്ല വന്നു, ഈവനിങ് തുറക്കുള്ളൂ തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ല രസമായിരിക്കും തോന്നി. ഈവനിങ്ങൊക്കെ നല്ല രസമായിരിക്കും വന്നിരുന്നു കഴിഞ്ഞാൽ. നല്ല ചില്ലായിട്ടിരിക്കാൻ പറ്റും, ഫുഡൊക്കെ അടിച്ച് നല്ല രസമായിരിക്കും. പിന്നെ അവിടെ ഞങ്ങൾ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് വഞ്ചികളൊക്കെ പോകണമൊക്കെ കണ്ട് നല്ല രസമായിരുന്നു. പിന്നെ ഇവിടെ പാർക്കിംഗ് ഏരിയയിൽ നല്ല ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തേക്കായിട്ട് പോയി. അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ മുസിരിസ് ബീച്ചിൽ പോയി. മുസിരിസ് ബീച്ച് എന്നാണ് പറയുക, മുസിരിസ് പുനപ്പിൽ ബീച്ച്, അഴീക്കോട് ബീച്ച് എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ പേ പാർക്കിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ നടന്നു. അവിടെ പാർക്ക്, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ നടന്നു. ഇവിടെ ഉച്ച ടൈമായ കാരണം ഇവിടെ ആളുകൾ കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഇവിടെ കണ്ട് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ല ഇവിടെ പിക്നിക്കിനൊക്കെ വന്നാൽ നല്ല രസമായിരിക്കും. പുല്ലുകളൊക്കെ നല്ല രസമായിരിക്കും. അവിടെ പിക്നിക്കിനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തീമായിരിക്കും. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും സൂപ്പറായിരിക്കും. പിന്നെ ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ അവിടെ ടൈം ആയപ്പോഴാണ് വന്നത് ഇങ്ങോട്ട്. അപ്പോൾ ആ ടൈമിലായപ്പോൾ കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. കുറേ സംഭവങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അവിടെ. ന്യൂ ഇയറിൻ്റെ ആ ടൈമായാണ് ന്യൂ ഇയറിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ അവിടെ മീൻ പിടിക്കാൻ സംഭവമില്ല, കല്ലിട്ട ഭാഗം ആ ഭാഗത്തൊക്കെ കാണാൻ വേണ്ടി കിടക്കുക. പക്ഷെ കാണാൻ ആരെയായിട്ടാട്ടോ നടന്നിട്ട് എത്തുന്നുണ്ടായിരുന്നില്ല. അങ്ങോട്ട് കുറേ നടന്നു ഞങ്ങൾ നോക്കി 5 മിനിറ്റ് എന്ന് വിചാരിച്ചിട്ട് നടന്നിട്ട് എത്തുന്നില്ല. പിന്നെ നടന്ന് അവിടെ എത്തി ഞങ്ങൾ. പക്ഷെ നടന്ന് എത്തിയപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവിടെ കാണാൻ. കാറ്റൊക്കെ കൊണ്ട് അവിടെ നിൽക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ അവിടെ മീൻ വലയൊക്കെ വീശിണ്ടായിരുന്നു കുറേ പേര്. അപ്പുറത്തും ഒരു കല്ലിട്ട ഭാഗം കാണുന്നുണ്ടായിരുന്നു, അത് അപ്പുറത്തെ വഴിയെ പോകുന്നുണ്ട്. ഇവിടെ ചേട്ടനപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വലയൊക്കെ വീശിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങളതൊക്കെ നോക്കി നിന്ന് പുഴയിലെ കടലൊക്കെ കണ്ട് ആസ്വദിച്ച് നിന്ന്. കടൽ പക്ഷേ ഞാൻ ആദ്യമായിട്ട് കാണാൻ, തിര അധികം ഇല്ലാത്ത കടൽ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. നമ്മുടെ അടുത്ത ബീച്ചിലൊക്കെ തിര കുറേ നല്ല തിര ഉണ്ടാവും, ഇവിടുത്തെ ബീച്ചിൽ തിര കുറവാണ്. അപ്പോൾ ഈ തിര ഉണ്ടായിരുന്നില്ല അങ്ങനെ. അപ്പം തിരയില്ലാത്ത ബീച്ച് ഞാൻ ആദ്യമായിട്ടൊക്കെ കാണണം കേട്ടോ. പിന്നെ ഇവിടെ കാണാൻ നല്ല രസമായിരുന്നു. തിരയില്ലാത്ത ബീച്ച് കണ്ടപ്പോൾ ആ ഒരു ആകാംക്ഷയിൽ ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു. എന്നിട്ട് ഇവിടെ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ ഉപ്പിലിട്ട മാങ്ങ ഇതൊക്കെ കഴിച്ച്, മാങ്ങയല്ല പൈനാപ്പിൾ ലൂപിക്കൊക്കെ തിന്നു. അപ്പോൾ അവിടെ തന്നെ വാങ്ങിയിട്ട് അവിടെ നിന്ന് കഴിച്ച്. പിന്നെ ഞങ്ങൾ ബീച്ചിൽ വെള്ളത്തിൽ കുറച്ച് ഇറങ്ങാൻ ചേച്ചി ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങാണ്ട് കയറി തിരിച്ച്. പിന്നെ ഇവിടെ ആയാലും നല്ല രസമായിരുന്നു കേട്ടോ. കുറേ പേര് ഫോട്ടോ ഷൂട്ടിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് സംഭവത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെയും കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ കാറ്റാടി മരങ്ങളൊക്കെ ഉണ്ട്, തണലൊക്കെ കൊണ്ടിരിക്കാൻ നല്ല രസമായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടാ. വെയിലൊക്കെ അറിയപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഇവിടെ മറ്റേ ബൈക്ക് റൈഡിങ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 100 രൂപ ഉണ്ടായിരുന്നു ബൈക്ക് റൈഡിങ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കയറാൻ ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് വിശന്നിട്ട് പാടുണ്ടായിരുന്നില്ല. രാവിലെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയ കാരണം ഉച്ചയപ്പോൾ ഞങ്ങൾക്ക് വിശന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നേരെ പോകും. പക്ഷെ ആ വീഡിയോ എടുക്കാൻ ഞങ്ങൾ മറന്നു. അപ്പോൾ ഓക്കെ, ബൈ.